വളപ്പിൽശാല CHCയിൽ ചികിത്സ വൈകിച്ചു അനാസ്ഥ കാണിച്ചത് കാരണം ഒരാൾ മരണപ്പെട്ടു എന്നതാണ് ഇന്ന് മാധ്യമങ്ങളിലെ ചർച്ച. അകാലത്തിൽ ജീവൻ പോയ ആ വ്യക്തിയുടെയും അവരുടെ വീട്ടുകാരുടെയും വേദന മനസ്സിലാക്കുന്നു. എന്നാൽ അവരുടെ ഇമോഷൻസ് കരുവാക്കി ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചു എന്ന രീതിയിൽ കഥകൾ വളച്ചൊടിച്ച് റീച്ച് കൂട്ടാനും രാഷ്ട്രീയം കലർത്താനും ഒക്കെ ഇത് സോക്കോൾഡ് മാധ്യമധർമ്മം ഇളകി തുടങ്ങി. ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിനോടനുബന്ധിച്ചിട്ട് ഞങ്ങളുടെ മെഡിക്കൽ ഗ്രൂപ്പ്സിൽ മാത്രം കറങ്ങുകയും എന്നാൽ പുറലോകം കാണാൻ സാധ്യതയില്ലാത്തതുമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ശ്വാസം കിട്ടാതെ പടയുന്ന വാതിലിൽ മുട്ടുന്ന ഒരു യുവാവിന്റെ ദയനീയ ചിത്രമാണ് മീഡിയാസിൽ മുഴുവൻ കാണിക്കുന്നത്. അതിങ്ങനെ കാണിച്ചുകൊണ്ട് ഒരുപാട് സമയം അവർ നിന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ മനഃപൂർവ്വം CCTVയിലെ ടൈം അവർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ടൈം അടക്കമുള്ള വീഡിയോ നമുക്കൊന്ന് കാണാം. അതിൽ വ്യക്തമായിട്ട് കാണാം 1:29 അടുത്താണ് അവരവിടെ എത്തുന്നത്. രാത്രിയാണ്, CHC അകത്തുള്ള ഗ്രില്ല് അടച്ചിട്ടുണ്ട്. വാതിലിൽ മുട്ടുന്നു. ഉറക്കത്തിലുള്ള നേഴ്സ് വന്ന് വാതിൽ തുറക്കുന്നു. ഇവരവിടെ നിൽക്കുമ്പോഴേ വാതിൽ തുറന്നിട്ടുണ്ട്. എന്നിട്ട് അവര് അകത്ത് പോയി സിക്ക് പേഷ്യന്റ് ആണെന്ന് പറഞ്ഞ് ഉറക്കത്തിലുള്ള ഡോക്ടറെ വിളിച്ചുകൊണ്ടുവരുന്നു. ഇതിനൊക്കെ എടുത്തിരിക്കുന്ന സമയം വെറും 1.5 മിനിറ്റാണ്. പേഷ്യന്റിനെ അകത്തേക്ക് കൊണ്ടുപോകുന്നതും ഡോക്ടർ പരിശോധിക്കുന്നതായിട്ടുള്ള സമയങ്ങളെല്ലാം ഇവിടെ വ്യക്തമാണ്. ഈ വീഡിയോയിൽ ഓക്സിജൻ സിലിണ്ടർ പോലെ എന്തോ ഒന്ന് അകത്തേക്ക് തള്ളി കൊണ്ടുപോകുന്നതും കാണാം. ഈ ഒരു എമർജൻസി പരിശോധനയിൽ തന്നെ തങ്ങൾക്ക് പറ്റുന്ന കാര്യമല്ല എന്ന് ഡോക്ടർ മനസ്സിലാക്കുന്നു. 1:37 ആംബുലൻസിൽ കയറ്റുന്നു. അതുവരെയും ആ പേഷ്യന്റ് ബോധത്തോടെയാണ് ഇരിക്കുന്നത്. ഇനി മാധ്യമങ്ങളും ബന്ധുക്കളും പറഞ്ഞ ആരോപണങ്ങൾ. രോഗി ശ്വാസത്തിന് പിടഞ്ഞപ്പോൾ CPR കൊടുത്തില്ല, ഓക്സിജൻ കൊടുത്തപ്പോൾ അതിൽ മരുന്ന് പൊട്ടിച്ചൊഴിച്ചില്ല. ഭർത്താവിന്റെ മരണം മുന്നിൽ കണ്ട ഒരു ഭാര്യയ്ക്ക് ഇതൊക്കെ കൊടുത്തിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേക്കാം എന്ന് തോന്നുമ്പോൾ അവരിതൊക്കെ പറയുന്നത് സ്വാഭാവികം. എന്നാൽ ഇതൊക്കെ ഇരുന്ന് പറയുന്ന മാധ്യമങ്ങൾക്ക് ഒരു അടിസ്ഥാന വിവരം വേണ്ടേ? CPR എന്നത് കാർഡിയാക് അറസ്റ്റ് ആയിട്ട് പൾസും ശ്വാസവും എല്ലാം നിലയ്ക്കുന്ന ഒരാളുടെ ഹാർട്ട് റിവൈവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒന്നാണ്. അല്ലാതെ നടന്നു വരുന്ന ശ്വാസം മുട്ടുള്ള ആൾക്ക് കൊടുക്കുന്നതല്ല. ബോധമുള്ള ഒരാൾക്ക് അത് താങ്ങാൻ പോലും പറ്റില്ല. പൊതുവെ ശ്വാസം മുട്ടുള്ള ആളുകൾക്ക് സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ആയിട്ട് നെബുലൈസേഷൻ കൊടുക്കുന്നതാണ് ഇവിടെ മരുന്നിട്ടില്ല എന്ന രീതിയിൽ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശ്വാസം മുട്ടൽ എന്നതൊരു സിംറ്റമാണ്. അതിന് കാരണങ്ങൾ പലതാണ്. ആസ്മ, വലിവ് പോലുള്ള ലങ് ബേസ്ഡ് ആയിട്ടുള്ള ശ്വാസമുട്ടലിന്റെ ട്രീറ്റ്മെന്റ് ആണ് നെബുലൈസേഷൻ. എന്നാൽ ഹാർട്ട് പ്രോബ്ലംസ് ഉള്ളവർക്ക് കാർഡിയാക് അറസ്റ്റ് വരുന്നതിന് മുമ്പ് ശ്വാസതടസ്സം തന്നെയാണ് ഉണ്ടാവുന്നത്. ഇവിടെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ അതൊരു കാർഡിയാക് ഡിസ്നി ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഓക്സിജൻ മാത്രം വെച്ചത്. അതിന്റെ ട്രീറ്റ്മെന്റ് നെബുലൈസേഷൻ അല്ല. അയാൾക്ക് വേണ്ടത് എമർജൻസി കാർഡിയാക് ഇന്റർവെൻഷൻ ആണ്. അതൊരു CHC ആണ്. അവർക്ക് പറ്റുന്ന കാര്യമല്ലെന്ന് മനസ്സിലായപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ഉടനെ ആംബുലൻസിൽ കയറ്റാണ് ഉണ്ടായത്. ഇനി ഈ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം കൂടി കേൾക്കാം. ഇന്നാൾ പോലെ ചികിത്സയായിട്ടുള്ള ആളാണ്. 16-ാം തീയതി ഇദ്ദേഹം ഈ ആശുപത്രി വരികയും ഇദ്ദേഹത്തിന് മതിയായ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. അദ്ദേഹം അതങ്ങനെ പോകാൻ വേണ്ടി തയ്യാറായില്ല. ഒരു രോഗി OPയിൽ വരുമ്പോൾ തന്നെ അവരുടെ രോഗം മൂർച്ഛിക്കുന്നുണ്ടെന്ന് ഓൾറെഡി പ്രിഡിക്ട് ചെയ്ത് റൈറ്റ് ടൈമിൽ കറക്റ്റ് സ്ഥലത്തേക്ക് പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നതും ഒരു ഡോക്ടറുടെ കഴിവാണ്. എന്നാൽ ഡോക്ടറുടെ ആ ശ്രമം പോലും ചെവി കൊള്ളാതെ എനിക്കിപ്പോ കുഴപ്പമില്ലെന്ന് പറഞ്ഞിടത്തേക്ക് പോവാതെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അവരവർ തന്നോട് തന്നെ ചെയ്യുന്ന ഒരു അനാസ്ഥയല്ലേ? ഒരു അന്വേഷണം പോലും ഉണ്ടാവുന്നതിന് മുമ്പേ മാധ്യമവും ജനങ്ങളും അനാസ്ഥ തീരുമാനിച്ചു, വിധി എഴുതി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?